ഇത് മുട്ടൻ്റെ കോഴി ഇതാ. ആ ഇതാണ് ലഗൂൺ ചിക്കൻ അല്ലേ? ഇതല്ലേ ലഗോൺ ചിക്കൻ. ഇതാ ഇത് കറിയാക്കിയിട്ട് നെയ്ച്ചോറും വെക്കുന്നത്. കറച്ചപ്പഴ ഇതിപ്പോ കോയിനെ പെരക്കിട്ട് വെക്കുന്ന അല്ലേ? പെരക്കിയിട്ട് വേഗം വെക്കുന്നത്. കുക്കറിൽ തന്നെ വെക്കണോ? അല്ല ഇല്ലെങ്കിൽ തന്നെ വെക്കണം. ഇല്ല വേയില്ല. വേയില്ല. ഇതൊരു സ്പൂൺ ഇത് മണത്തിനും പച്ച മസാല അതെന്തല്ലോ അതെല്ലാം അയച്ചത്. മല്ലി പുതിന പിന്നെ മസാല എല്ലാം നമ്മളെ ചോറിടുന്നത്. ഇത് ഉപ്പ് ആവശ്യത്തിന്. ഇതെന്ത് വെളുത്തുള്ളി അരച്ച വെളുത്തുള്ളി ഇഞ്ചി എത്ര ഇതെല്ലാം എടുത്തിട്ട് പെരക്കിയിട്ട് വെക്കാനും. ഒരു കോഴി ഇത് വേകുന്നില്ല. ഇത് കുറേ വേകും. ഇത് കുക്കറിലല്ല വെക്കാൻ കഴിയില്ല. കുക്കറിൽ വേവിച്ചിട്ട് വയ്യ മസാല ഉള്ളി തക്കാളി എല്ലാം കായ്ച്ചിട്ട്. ഇതിന്റെ മുളക് പൊടി എത്ര മുളുണ്ട്. അത് വയ്യ നമുക്ക് അങ്ങനെ ഇപ്പൊ കുറച്ച് ഒരു ഇതാണ് കുടിക്കാൻ ഇറച്ചിക്ക് കുടിക്കാൻ. ഇറച്ചിക്ക് കുക്കറിലാകുമ്പോ ഇറച്ചിക്ക് കുടിക്കണല്ലോ ഉപ്പും ഇതെല്ലാം. ഇതിപ്പോ ഒരു സ്പൂൺ ഇട്ടത് ഈ കോയിന്റെ കാരത്തിനല്ല, അതിന് അതിലിടാനുണ്ട് ഉള്ളി തക്കാളി ചിള്ളാൻ. കഴിക്കുമ്പോ മുളകെല്ലാം കിട്ടി വേവിക്കുമ്പോ ഇത് ഉപ്പ് കുടിച്ചിട്ട് വേണ്ടി മല്ലിപ്പൊടി മതി. ഇത്ര മസാല ഒന്നും വേണ്ടല്ലോ, ഗരം മസാല ഒന്നും വേണ്ട. മസാല വേണ്ട, അത് വയ്യായിരുന്നു. എന്നിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കാം. ഉമ്മാന്റെ വള നീങ്ങിയത് ഇത് മലബാറിന്റെ ഉമ്മ അത് അല്ല അല്ലേ? അറക്കൽ നീങ്ങിയല്ലേ? അതുമ്മ തേങ്ങ ചുരിച്ചതാ. ഉപ്പും പോലെ പൊടിക്കാനും. ഇത് ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന മക്കളെ. നോക്കിയോ നിങ്ങളെ വെക്കുന്നുണ്ടാവും. നെയ്ച്ചോറ് വെക്കാൻ അറിയാതെ ആരും ഉണ്ടായില്ല. ഇതിന് കോഴിക്കറി മുട്ടക്കറി എല്ലാം വെച്ചിട്ട് നെയ്ച്ചോറ്. വെള്ളിയാഴ്ച അല്ലേ? മെരിയോട് പോന്നിയല്ലേ എത്ര പറയുന്ന എണ്ണ ഒഴിച്ചിട്ടാ ശരിയുള്ള പോസ്റ്റില് ചിലപ്പോ മരിയോള സൗണ്ട് ഇല്ലാത്തോണ്ട് അമ്മായി നമുക്ക് ഉമ്മ പറഞ്ഞിട്ടായി. ഇനി വീഡിയോ എടുക്കാനുണ്ടാവില്ല മക്കളെ വെച്ച് പറഞ്ഞിട്ടായി. വീഡിയോ സ്റ്റൈല് മാറുന്നുള്ളൂ വീഡിയോന്റെ. ഉമ്മ ഒറ്റക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് സെറ്റാക്കിട്ട് കൊടുത്താൽ മതി. വാ ചോറ് തറച്ചിട്ടാകുമ്പോ മനസ്സിലായ ആ വെള്ളം കൂട്ടുപോലെ അത് ഒരു തറക്കണ്ട. നീ കൂട്ടണം. ഇത് ഉള്ളി കാഞ്ഞി. ഉള്ളി കാഞ്ഞി അപ്പൊ വേഗം വെള്ളം പാകത്തിന് എത്ര അരി ഇട്ട് അത് അരി മുക്കാപ്പാട്ട് 1.5 പാട്ട് വെള്ളം. ഈ പാട്ട് ഈ പാട്ടല്ല ഉള്ളി ഇട്ടിട്ടായിട്ട് മസാല ഇട്ടല്ലേ? ഉപ്പിട്ടിട്ട ഓ ജീരോട്ട് നല്ല നോക്കാം. നല്ല മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇഞ്ചി വേണം മതി. ഇനി തറച്ചോട്ട് പോയി നീപ്പിക്കും. തളിച്ചല്ലേ വെള്ളം? വെള്ളം തളിച്ച് പോണം. വെള്ളം നല്ല തിളക്കുമ്പോ നല്ല തിളക്കുമ്പോ ഇടണം. അത് തിളച്ചിട്ട് ഒരു 2 തള വന്നിട്ടാകുമ്പോ ഒരു സ്പൂൺ നെയ്യ് ഇടണം. പറഞ്ഞ ഇപ്പൊ ഞാൻ നെയ്യ് കുറച്ച് ഇട്ടിനെ. ഉമ്മ പയ്യ ഇടുന്നല്ലേ? ഞാൻ പയ്യ കുറച്ച് നെയ്യ് ഇടും. ഉപ്പ് നോക്കാൻ മറന്നോണ്ടാ. ഇത് ഇത് ചെറുവുണ്ട നീര് എന്തെങ്കിലും ചോറ് ഒട്ടിപ്പിടിക്കുന്നതിന് നമുക്ക് ഒറ്റയായിട്ട് കിട്ടും. ഇത് കൂട്ടിയെങ്കിൽ നല്ലത് ഒറ്റയായിട്ട് കിട്ടും. ചെറുതാക്കണം. ചെറുതാക്കിട്ട് മുടിയിട്ട് അതിൽ മുടിയിട്ട് എടുക്കണ്ട. ഇത് നിന്റെ നിർബന്ധത്തിൽ എടുക്കുന്ന ഞാൻ. പിന്നെ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാനുള്ള സമയമില്ലല്ലോ നമുക്ക്. എനിക്ക് വലിയ ആസല്ലേ എടുക്കുക നെച്ചോറുക്കുന്ന കൂടെ എടുത്തിട്ട് ഞാൻ പോയിട്ട് വെച്ചോളൂ ഉമ്മാൻ്റെ നോക്കിയിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്തത്. എല്ലാരും നോക്ക് മെരിയോക്ക് നെയ്ച്ചോറ് വെക്കാൻ പോലും അറിയില്ല. അറിയാതില്ല. എന്റെ വെക്കല് വേറെ നിന്റെ വെക്കല് വേറെ അല്ലേ? അതിനെ തൊട്ട് എനിക്ക് അറിയുന്നില്ല. എനിക്കെല്ലാം അറിയുന്നുണ്ട്. ഇനി മൂടിയിട്ടേക്കണ്ടമ്മ? മൂടിയിട്ട് വെക്കാ. ഞാൻ നീ പോന്ന ടെൻഷനിലുണ്ടല്ലോ ഒറ്റക്ക് എങ്ങനെ എന്താക്കുന്നു. അപ്പൊ അതുകൊണ്ട് മൂടിയിട്ട് എത്ര 5-10 മിനിറ്റ് അല്ലേ? ഇതിന്റെ പൊതിയുടെ മണം വെച്ചിട്ട് തന്നെ നല്ല നല്ല മണമൊന്നുണ്ടല്ലേ? പൊതിന ഇതായി മക്കളായി ചോറായി ഓഫാക്കിയില്ല. ഇങ്ങനെ ആകുമ്പോ ചോറ്
ഓഫാക്കിയിട്ട് ഒറ്റ മറിക്കണം. അതന്നെ ഓഫാക്കിയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കണം. എന്ന് വെച്ചാൽ ബൾബുമ്പോൾ എല്ലാം ഒറ്റ ആക്കണം. കട്ട ബൾബാൻ കയ്യില്. കട്ട ബൾബുമ്പോൾ ചോറ് കട്ട തന്നെയാവും. ഓഫാക്കിയിട്ട് അടി മറിക്കുന്നതിന് ശേഷം അടി കത്തും. അടി കത്തൂല, മറിക്കണം. ഓഫാക്കിയിട്ട് ഒരു മറിച്ചിട്ട് ഇങ്ങനെ ലേഖൻ ചിക്കൻ കോഴിൻ്റെ കറി വെക്കുന്ന എന്തെല്ലാം മുട്ടത് ഉള്ളിയും കറുത്തപ്പുളിയും നമ്മളെ വെളിച്ചെണ്ണക്കല്ലേ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഒരു ഉള്ളി കേട്ടോ, ഒരു ഉള്ളിയാ 2 ഉള്ളിയാ വളരെ ഇപ്പോൾ ആണം കറി വെക്കുന്നല്ലേ. പുളി കറി വെക്കുന്നെങ്കിൽ 2-3 ഉള്ളി വെക്കണം. വെറും മുളക് കറി വെക്കുന്നത് നേരത്തെ ഞാൻ പൊടിയിട്ട് ഇതിന് വേവിച്ചത് പുളിയെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതച്ച മോള് 2 സ്പൂൺ ഇടുന്നവാ പത്തരച്ചതല്ലേ മസാല അരച്ച മോള്. ഇതിന്റെ വീഡിയോ അതിലുണ്ട്. എന്നോട് ഒരാളെല്ലാം ഇന്നലെ മറ്റേ ഓരോന്നിന്റെ ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. വേണ്ട ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. അല്ലെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തെങ്കിൽ കുറേ കാണാം. നമ്മളെ വറുത്തരച്ച മോളുണ്ട്, മീനിന്റെ മസാലന്റെ ഉണ്ട്, മീൻ കാച്ചി മസാലന്റെ ഉണ്ട്. മുളകറി വെക്കുന്നത് മസാല അതൊന്നുമില്ല. ഇത് വയ്ക്കുന്ന ഇതൊക്കെ വയ്ക്കും വളർത്തും. ഇത് ഞാൻ വേയാൻ വെച്ചത് വേഗം വെച്ചത് കോഴി ഇതിനൊക്കെ കോഴി നല്ലോണം വേണം. ഇനിയിപ്പോ ഇത് നമുക്ക് ഇനിയിപ്പോ ഇതിന് തറച്ചിട്ട് ഇപ്പോഴുള്ള വെച്ചിട്ട് ബന്ധിച്ച് ഉടഞ്ഞു കഴിഞ്ഞത് നല്ലോണം. അല്ലാണ്ട് ചിക്കന് വേണ്ട കാര്യമില്ല. ഈ മസാലന്റെ ഒരു പച്ചമണം ഇങ്ങനെ വെച്ചിട്ട് വേകുന്നില്ല കുറേ സമയം. ഇല്ലേക്കും കൊയിന്റെ അങ്ങനത്തെ ഒരു അണയവാറ. കുറച്ച് ചെറിയ തീരെടുക്കട്ടെ. എന്നിട്ട് ഇനി തേങ്ങ വറുത്തരച്ചിട്ട് കൂട്ടായി. തേങ്ങ വറുത്തരച്ചിട്ട് കൂട്ടുന്നത് വറുത്തരച്ചതെല്ലാം ഉണ്ടല്ലോ. പീരയാ? പീരല്ല വറുത്തരച്ച. ഇത് ഇതിട്ട അതും പിന്നെ ഇത് കറച്ചപ്പല പെരിഞ്ചീരകം ഇത്ര. ഇനിയിപ്പോ 2 അണ്ടിപ്പരിപ്പ് അല്ല വെളുത്ത കസുകസ് ഉണ്ടെങ്കിൽ നല്ലത്. ബിരിയാണി കസുകസ് ഉണ്ടെങ്കിൽ ഇട്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഇല്ലാലോ. ഇവിടെ കിട്ടുന്നില്ല, ദുബൈയിൽ കിട്ടുന്നില്ല. അലൗഡ് അല്ലാതെ അരച്ചിട്ട് വെച്ചത് ഉണ്ടായിന് മാത്രം. അത് ഐസിലുള്ളതുകൊണ്ട് എടുത്തിട്ടേ ഇപ്പൊ ഫ്രഷ് തന്നെ ആക്കിയല്ലോ. തേങ്ങ വറുത്തിട്ടുണ്ടെങ്കിൽ മതിപ്പാ. നല്ല കളിച്ചിട്ട് തേങ്ങ വറുക്കുമ്പോ മക്കളെ എന്താക്കണമെങ്കിൽ 2 അരി വറുക്കാം. മുന്നേ 2 അരി വറുത്തിട്ട് പൂളരി വെക്കുന്ന ചോദിച്ചേരി അത് അതിലിട്ടിട്ടുണ്ട്. ഞാൻ വറുത്തത് ആക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ വറുത്തിട്ട് വെച്ചിട്ട് വെച്ചെങ്കിൽ ഒന്നുമില്ല. അപ്പാപ്പ വറുക്കുന്നത് നമുക്ക് വേനയല്ലേ ഇതാന്നില്ലല്ലേ. ഒരിക്കൽ വെക്കട്ടെങ്കിൽ ആ ടേസ്റ്റ് എപ്പോൾ ഉണ്ടാകും. ഇപ്പൊ ഞങ്ങൾ തേങ്ങ വറുത്തിട്ട് വെച്ചിട്ട് വെച്ചിട്ട് എത്ര ദിവസമായി. അതിപ്പോ അവിടെ കട്ടയിലുണ്ട്. എന്താന്നില്ല ടേസ്റ്റ്. മന്തി വെക്കാന്നുള്ള പ്ലാൻ ഉണ്ടായത് നീ പറഞ്ഞില്ലേ പണ്ട് ഞാൻ അച്ഛന് പോകുമ്പോ ഒരു കഥ പറയുന്നുണ്ട് അയാളോട്. അപ്പം മന്തി എന്നറിയില്ല ആൾക്കത്. അപ്പൊ ഞാൻ തിരിച്ചിട്ട് ഇതെന്തിപ്പാണ് പണ്ട് എപ്പ 20 കൊല്ലം അപ്പുറം ഞാൻ ഇവിടുന്ന് ഉമ്പ്രക്ക് പോകുമ്പോ ദുബൈ ഉമ്പ്രക്ക് പോകുമ്പോ ബസ് നിർത്തിയിട്ടാകുമ്പോ ആടെല്ലാവരും കൊണ്ടിരുന്ന കാണുന്നു. ഒരു പ്ലേറ്റിൽ ഒരു കോഴി വെച്ചിട്ട് ഒരു മഞ്ഞ ചോറ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉപ്പാനോട് അതെന്ത് അങ്ങനത്തെ ചോറ് അത് നമുക്ക് വയ്ക്കാൻ അത് അറബികളെ. ഇപ്പൊ അത് നാട്ടില് പാട്ട് മന്തി 20-25 കൊല്ലം അപ്പുറം ഞാൻ അറബികളെ ചോറ് ഫസ്റ്റ് ഉമ്പ്രക്ക് ഞാൻ പോയത്. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ അറബികളെ ചോറ് ഉപ്പ പറഞ്ഞ് ഇതേ ചോറ് ഇതന്നെ സാധനം ഇതന്നെ ഇതേ സാധനം അതന്നെ ഞാൻ നമുക്ക് ഇന്ന് വെക്ക വെച്ചിട്ട് കാട്ടിക്കുന്ന. അത് ഇനി പ്രാവശ്യം വെക്കാൻ നമുക്ക്